ചെർപ്പളശ്ശേരി നഗരസഭയിൽ UDFും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കരുത്തുറ്റ നിരയുമായി തന്നെയാണ് UDFും ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുമായി എത്തുന്നത്. നമുക്ക് ആ സ്ഥാനാർത്ഥികളെ ഒന്ന് നോക്കാം. വാർഡ് 1 പടിഞ്ഞാറ്റമുറിയിൽ M പ്രജിത്താണ് UDFിൻ്റെ സ്ഥാനാർത്ഥി. 2 തൂതയിൽ ആയിഷ സൈഫുൽ അൻസാറാണ് സ്ഥാനാർത്ഥി. വാർഡ് 3 ഹെൽത്ത് സെൻ്ററിൽ ശാരിക മണികണ്ഠനാണ് UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. വാർഡ് 4 പാപ്പറമ്പിൽ ചൈതന്യ സി. വാർഡ് 5 നടുവട്ടത്ത് അശോകൻ UDF സ്ഥാനാർത്ഥിയാകും. വാർഡ് 6 കാർലമണ്ണയിൽ മിനി AK ആണ് UDFിൻ്റെ സ്ഥാനാർത്ഥി. വാർഡ് 7 ആലുംപാറയിൽ സുമിത്ര വിനോദാണ് സ്ഥാനാർത്ഥി. വാർഡ് 8 അമ്പലവട്ടത്ത് KM ഇസാഖ് സ്ഥാനാർത്ഥിയാണ്. നമുക്കറിയാം, കഴിഞ്ഞ കൗൺസിലിലെ പ്രതിപക്ഷ നേതാവാണ്, കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവാണ് KM ഇസാഖ്. വാർഡ് 9 കരുമാനാംകുറിശ്ശിയിൽ P രാംകുമാർ സ്ഥാനാർത്ഥിയാണ്. P രാംകുമാർ ആദ്യ കൗൺസിലിൽ ഉണ്ടായിരുന്ന അംഗമാണ്. വാർഡ് 10 കുന്നുംപുറത്ത് സുബൈദ പാറയിലാണ് സ്ഥാനാർത്ഥി. വാർഡ് 11 26 മൈലിൽ ഹാരിസ് വടക്കേക്കര UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കും. വാർഡ് 12 കച്ചേരിക്കുന്നിൽ KKA അസീസാണ് സ്ഥാനാർത്ഥി. ലീഗ് സ്ഥാനാർത്ഥിയാണ്. ആദ്യ കൗൺസിലിൽ വൈസ് ചെയർമാനായിരുന്ന ആളാണ് KKA അസീസ്. വാർഡ് 13 മാണ്ടക്കരിയിൽ VP സുഹറാബിയാണ് UDFിൻ്റെ സ്ഥാനാർത്ഥി. വാർഡ് 14 ഇല്ലിക്കോട്ടുകുറിശ്ശിയിൽ K നളിനി UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കും. വാർഡ് 15 പുത്തനാൽക്കലിൽ ഷാഹിന കരിമ്പൻചോലയാണ് സ്ഥാനാർത്ഥി. വാർഡ് 16 നിരപ്പറമ്പിൽ രാധാകൃഷ്ണൻ മാസ്റ്ററാണ് UDFിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. 17 ഉങ്ങിൻതറയിൽ KT രതിദേവി UDF സ്ഥാനാർത്ഥിയാണ്. രതിദേവിയും ആദ്യ കൗൺസിലിൽ ഉണ്ടായിരുന്ന അംഗമാണ്. വാർഡ് 18 ഉങ്ങിൻതറ സൗത്തിൽ ഷിബിലത്ത് ചുങ്കോണത്താണ് UDFിൻ്റെ സ്ഥാനാർത്ഥി. വാർഡ് 19 കുറ്റിക്കോടിൽ CA ബക്കർ സ്ഥാനാർത്ഥിയാണ്. ലീഗിലെ മുതിർന്ന നേതാവാണ് CA ബക്കർ. നേരത്തെ കൗൺസിലിൽ ഉണ്ടായിരുന്ന ആളാണ് CA ബക്കർ. വാർഡ് 20 കുറ്റിക്കോട് സൗത്തിൽ നിഷാദ് വാണിയപ്പുര സ്ഥാനാർത്ഥിയാണ്. വാർഡ് 21 കൂളിയാട് ഷുക്കൂർ കളത്തിലാണ് മത്സരിക്കുന്നത്. വാർഡ് 22 എലിയപ്പറ്റയിൽ മുംതാസ് ഒഴുപ്പാറ സ്ഥാനാർത്ഥിയാണ്. വാർഡ് 23 കോട്ടക്കുന്നിൽ പ്രമീള പൂവത്തിങ്കലാണ് UDFിൻ്റെ സ്ഥാനാർത്ഥി. വാർഡ് 24 സെക്രട്ടറിപ്പടിയിൽ ശ്രീലജ വാഴക്കുന്നത്ത് UDF സ്ഥാനാർത്ഥിയാണ്. നമുക്കറിയാം, ശ്രീലജ വാഴക്കുന്നത്ത് ആദ്യ നഗരസഭയായി മാറിയ ആദ്യ കൗൺസിലിലെ ചെയർപേഴ്സണായിരുന്നു, കോൺഗ്രസിൻ്റെ ചെയർപേഴ്സണായിരുന്നു ശ്രീലജ വാഴക്കുന്നത്ത്. ശ്രീലജ വാഴക്കുന്നത്ത് സെക്രട്ടറിപ്പടി വാർഡിൽ നിന്ന് വീണ്ടും ജനവിധി തേടുകയാണ് ഇത്തവണ. വാർഡ് 25 ചെർപ്പളശ്ശേരി ടൗണിൽ KG സ്വയംപ്രഭ്. വാർഡ് 26 കാവുവട്ടത്ത് തൊപ്പയിൽ അസീസാണ് UDFിൻ്റെ സ്ഥാനാർത്ഥി. വാർഡ് 27 മൽമൽക്കുന്നിൽ ജുവൈരിയ തൊട്ടുകാട്ടിലാണ് സ്ഥാനാർത്ഥി. വാർഡ് 28 മഞ്ചക്കല്ലിൽ PP വിനോദ് കുമാർ, കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവാണ് PP വിനോദ് കുമാർ. ഇത്തവണ വാർഡ് 28 മഞ്ചക്കല്ലിൽ സ്ഥാനാർത്ഥിയായി UDFിന് വേണ്ടി എത്തുന്നു. വിനോദ് കുമാറും ആദ്യ കൗൺസിലിൽ ഉണ്ടായിരുന്ന അംഗമാണ്. വാർഡ് 29 വെള്ളോട്ടുകുറിശ്ശിയിൽ ബാപ്പുട്ടി കുളപ്പുറത്താണ് UDFിൻ്റെ സ്ഥാനാർത്ഥി. വാർഡ് 30 പന്നിയംകുറിശ്ശിയിൽ അശ്വനി UDFിൻ്റെ സ്ഥാനാർത്ഥിയായി ജനവിധി തേടും. വാർഡ് 31 ചന്ദ്രത്ത് പറമ്പിൽ P സുബീഷാണ് ചന്ദ്രത്ത് പറമ്പിൽ ഇത്തവണ UDFിൻ്റെ സ്ഥാനാർത്ഥി. സുബീഷും ആദ്യ കൗൺസിലിൽ അംഗമായിരുന്ന ആളാണ്. വാർഡ് 32 വീട്ടിക്കാടിൽ രശ്മി MS ആണ് സ്ഥാനാർത്ഥി. രശ്മി MS വീട്ടിക്കാട് 32-ാം വാർഡിലാണ് ജനവിധി തേടുന്നത്. 33 നാലാലുംകുന്ന് വാർഡിൽ അമീൻ ഫാറൂഖാണ് UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. ഇന്ന് നടന്ന UDF മുനിസിപ്പൽ കൺവെൻഷനിലാണ് UDFിൻ്റെ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചത്. മുൻ MLA CP മുഹമ്മദാണ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത്. N ഷംസുദ്ദീൻ MLAയും ഈ യോഗത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുകയുണ്ടായി. എന്തായാലും കരുത്തുറ്റ നിരയുമായാണ് UDF ഈ തെരഞ്ഞെടുപ്പിനെ ചെർപ്പളശ്ശേരിയിൽ നേരിടാനൊരുങ്ങുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്തായാലും UDFും പൂർത്തിയാക്കിയിരിക്കുന്നു.
Niva Gold, Diamonds and Platinum, Cherpalasheri and Ottapalam.